Yes, yes, 100%, Susan ma'am. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സനീഷ് സർ? ഷഹനാസ് മാം റെഡി അല്ലേ? സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഷഹനാസ് മാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് ഈവനിങ് എവറിബഡി. എൻ്റെ പേര് ഷഹനാസ്. ഞാൻ കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്. ഞാൻ വിംപിൾ അക്കാഡമിയുടെ കീഴിലുള്ള പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 23rd ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ട്രെയിനേഴ്സ് ടോക്ക് എന്ന വിംപിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന സെഷനിലാണ്. ആ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് ഇതിൽ അവതാരകരായിട്ട് വരാറുള്ളത്. സോ ഞാൻ കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കോഴ്സ് പഠിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു ട്രെയിനർ ആവണം, എല്ലായിടത്തേക്കും ഈ മെസ്സേജ് എത്തിക്കണം എന്നുള്ളത്. അതിന് ഞാൻ ചൂസ് ചെയ്തത് വിംപിൾ അക്കാഡമിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് വിംപിൾ അക്കാഡമിയുടെ ക്ലാസ്സസ് ആണ്. ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ് ആണ്, പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഞങ്ങളുടെ ഈ ട്രെയിനേഴ്സ് ഈ 23rd ബാച്ച് അതിന്റെ നമ്മുടെ ഫൈസൽ സാറാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മുടെ അർച്ചന മാമും ഉണ്ട്. ഇവർ രണ്ടാളുടെയും പരിശ്രമം, അവരുടെ മോട്ടിവേഷൻ, അവരുടെ എല്ലാ നമ്മുടെ കറക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ട്രെയിനി ആവുന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഈ ബാച്ചിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വരാം. ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ അവതാരകരായിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സനീഷ് കുമാർ സാറാണ്. അദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. കൂടാതെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗിലാണ് ആള് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് ഫാമിലി സ്ട്രെങ്തനിങ് ബോണ്ട് ആൻഡ് ഫോസ്റ്ററിങ് ലവ് ആൻഡ് യൂണിറ്റി ആണ്. ഫാമിലി അല്ലെ, നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ കുടുംബം. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം അല്ലെ. അപ്പൊ ഓരോ മുത്തുകൾ പറക്കി പറക്കി കൂട്ടി ഒരു നല്ലൊരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സനീഷ് സാറിന്റെ ഈ പുതിയ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സനീഷ് സാറിനെയും ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും സ്വാഗതം, നല്ലൊരു ക്ലാപ്പോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സനീഷ് സാർ. ഓക്കെ, താങ്ക് യു ഷൈനസ് മാം. ഷൈനസ് മാം നല്ല രീതിയിൽ എന്നെ ഇൻട്രോ ചെയ്തു. അതിന് ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. താങ്ക്സ്. മാം പറഞ്ഞു കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന്. അത് ശരി തന്നെയാണ്. കുടുംബത്തെ കുറിച്ച് എല്ലാവരും ഏറ്റവും ഫസ്റ്റ് എന്റെ ഡയലോഗ് അല്ലെങ്കിൽ എന്റെ വാചകം എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന വാക്ക് ഇത് തന്നെയാണ്, കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന്. പലപ്പോഴും അത് ശരി തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരേ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് വെച്ചാൽ ഒരു CCTV വെക്കാൻ വിചാരിക്കാം. CCTV വെക്കുമ്പോൾ അറിയാം വീട്ടിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവോ ഇല്ലയോ എന്നും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാ വീട്ടിലും സവിശേഷതകളൊക്കെ ഉണ്ടാവും. ഹൃദയത്തിൽ നന്മ ഉണ്ടാകുമ്പോൾ സ്വഭാവം സുന്ദരമാകുന്നു. സ്വഭാവം സുന്ദരമാകുമ്പോൾ വീട്ടിൽ സൗചാർദ്യം ഉണ്ടാകുന്നു. വീട്ടിൽ സൗചാർദ്യം ഉണ്ടാകുമ്പോൾ രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കുന്നു. രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകുന്നു. കേൾക്കാമോ? ജലക്ഷയത്തിന്റെ വെയിറ്റ് കൂടി. യെസ് സർ, കേൾക്കാം. സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് തുടങ്ങാമോ നമുക്ക്? ഓക്കെ ഓക്കെ, ശരി ശരി. ഷൈനസ് മാം നല്ല രീതിയിലാണ് എന്നെ എൻജോയ് ചെയ്തത്. അതിന് ആദ്യമായിട്ട് ഷൈനസ് മാമിനോട് ഞാൻ താങ്ക്സ് പറഞ്ഞോളൂ. ഷൈനസ് മാം പറഞ്ഞത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ്. അത് സത്യത്തിൽ ശരി തന്നെയാണ്. ഓരോ കുടുംബത്തിലും സൗചാർദ്ദങ്ങൾ ഉണ്ടാവും, ഒത്തൊരുമകൾ ഉണ്ടാവും, ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫംഗ്ഷൻസുകൾ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും ഫംഗ്ഷൻസിലും ഓരോ കുടുംബങ്ങളും നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു ചേരാം. അപ്പോൾ അവിടെ ഐക്യമുണ്ടാവും, ഒത്തൊരുമ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വളരെയധികം വിലയുള്ളതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ ചില വാക്കുകൾ ഞാൻ പറയും. ഹൃദയത്തിൽ നന്മയുണ്ടാകുമ്പോൾ സ്വഭാവം സുന്ദരമാകുന്നു. സ്വഭാവം സുന്ദരമാകുമ്പോൾ വീട്ടിൽ സൗചാർദ്ദം ഉണ്ടാകുന്നു. വീട്ടിൽ സൗചാർദ്ദം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ക്രമസമാധാനം ഉണ്ടാകുന്നു. രാജ്യത്തെ ക്രമസമാധാനം ഉണ്ടാകുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകുന്നു. APJ അബ്ദുൽ കലാമിന്റെ പ്രസംഗത്തിലെ ചില പേരുകളാണ് ഞാൻ സംസാരിച്ചത്. ഒരു സെഷൻ ആരംഭിക്കുമ്പോൾ അബ്ദുൽ കലാം സാറിനെ പോലെയുള്ള വ്യക്തികളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ എനിക്ക് ഓർമ്മ നിൽക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്.
ബി.ആർ. അംബേദ്കറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ വാട്സാപ്പിലെ പ്രൊഫൈലിൽ തന്നെ ഞാൻ അംബേദ്കറിനാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കാറുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ചെറിയൊരു സമൂഹമാണ്. അവിടെ നിന്നാണ് സാമൂഹിക ജീവിതം ഓരോരുത്തരും പഠിക്കുന്നത്, ബേസിക് പഠിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ബേസിക് അനുഭവങ്ങൾ പഠിക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. സഹകരണം, സ്നേഹം, ക്ഷമ, ബഹുമാനം എല്ലാം പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ ഈ അവസരത്തിൽ അംബേദ്കർ സാറിനും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാം. കേരളം സ്വർഗമാണ് എന്നാണ് വിദേശികളെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർഗം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബങ്ങളാണ്. കേരളത്തിലെ ഓരോ കുടുംബങ്ങളും സ്വർഗങ്ങളായി തീരണമെങ്കിൽ കുടുംബങ്ങൾ നന്നാവണം. ഇപ്പൊ നമ്മളെ അഡ്രസ് പറയും, വിലാസം. നമ്മളൊരു കത്ത് എഴുതിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എന്തെങ്കിലും വിലാസം ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും വിലാസം ചോദിക്കുമ്പോൾ നമ്മുടെ കുടുംബ പേര് എഴുതി ചേർക്കും. അപ്പൊ കുടുംബം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തികളും കുടുംബത്തിനെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വിചാരിക്കുന്നതാണ്. 1994 അന്താരാഷ്ട്ര കുടുംബോത്സവ ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആചരിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹ ബന്ധത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ദത്തെടുക്കലിലൂടെയോ ഒക്കെയാണ് കുടുംബങ്ങൾ നിലനിന്ന് പോകുന്നത്, അല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. കമലാസുരയുടെ ചെറിയ വാചകം കൂടി ഞാൻ പറയാം. കമലാസുരയുടെ മിഡിൽ ഏജ് എന്ന പുസ്തകത്തിൽ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ചോദിക്കും, മരുന്ന് കഴിച്ചു ഉമ്മാന്ന് ചോദിക്കും. അപ്പൊ ഉമ്മ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ മക്കളൊക്കെ ഉണ്ട്, അപ്പൊ ഉമ്മയ്ക്ക് ചെറുതായിട്ട് കണ്ണ് കാണാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ഉമ്മ പറയും മക്കൾക്കൊക്കെ തിരക്കാണ്, അത് കാരണം മരുന്ന് കഴിച്ചില്ലാന്ന് പറയും. അവർക്ക് വീട്ടിൽ ഓരോ ബിസി, ഓരോ മക്കൾക്കും അവരെ ജോലി തിരക്കുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ പ്രായമാകുമ്പോൾ മക്കളെ നമ്മൾ തിരിച്ച് നമ്മൾ നോക്കാം. നമ്മൾ ചെറുപ്പത്തിൽ മക്കളെ നോക്കാൻ നമ്മൾ ബിസിയാണ് പറഞ്ഞ ബിസിനസ് എന്ന് നടന്നിട്ട് മക്കളെ ശ്രദ്ധിക്കാൻ പോയി. അപ്പൊ നമ്മൾ വയസ്സാകുമ്പോൾ മക്കൾ നമ്മൾ നോക്കിയിരിക്കാൻ നമ്മൾ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ അവരെ നോക്കിയാലേ അവർ നമ്മൾ തിരിച്ചു നോക്കൂ. അതൊരു പ്രകൃതി നിയമമാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ കുടുംബവുമായി ഇറുകി ചേർന്ന് വേണ്ട സമയമൊക്കെ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ കുടുംബത്തിൽ കൂടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അത്രത്തോളം സമാധാനം നമുക്ക് ലഭിക്കുന്നതാണ്. ആഘോഷങ്ങൾ ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ ഉണ്ടാവും വീട്ടിൽ നിന്ന് വെക്കാം. ഒരു ഫംഗ്ഷൻ ആയാലും ഇപ്പൊ കല്യാണമോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ പൂരങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന വെക്കാം. അതിന്റെ തലേദിവസമായിരിക്കും വീട്ടിലെ എല്ലാവരും കൂടി ഒത്തുചേരാം. ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുന്നതൊക്കെ അപ്പോഴാണ്. ഫംഗ്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ പന്തലയച്ചു കൊണ്ടുപോവാ, ചെമ്പ് ചരക്കൊക്കെ കൊണ്ടുപോവാ. അപ്പോൾ ഒരു സമാധാനമാണ് അവിടെ. അപ്പോൾ ഒരു ക്ഷീണമൊക്കെ വന്നിട്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഏത് ഫംഗ്ഷൻ ആയാലും അതൊരു പിറ്റേന്നും ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ കാര്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ കാര്യങ്ങൾ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും ചർച്ചകളിലൊക്കെ. കാരണം അവർ കുട്ടികളല്ലേ, മുതിർന്ന കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ ചെറിയ ഉദാഹരണം വെച്ചാൽ കല്യാണം വന്നു വയ്ക്കാം. അപ്പൊ കല്യാണത്തിന് വിഭവങ്ങൾ നമ്മൾ ഓരോ കറികളുടെ പേരൊക്കെ പറയും. ഇപ്പൊ കാളൻ, തൈര്, സാമ്പാർ, എലിശ്ശേരി, പുലിശ്ശേരി എന്നൊക്കെ ഓരോ കറികളുടെ പേരുകൾ പറയും. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പായസം വെക്കാൻ കുട്ടികൾ പറയും. ഇപ്പൊ സേമിയ പായസം വെക്കണം, അല്ലെങ്കിൽ പാൽ പായസം വെക്കണം എന്നൊക്കെ പറയുമ്പോൾ മുതിർന്നവർ അവരെ അംഗീകരിക്കണം. കാരണം അവരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ കുടുംബത്തിൽ അവർക്കൊരു നില കിട്ടുന്നതാണ്. അപ്പൊ അവർക്ക് നമ്മളോട് കുറച്ച് റെസ്പെക്റ്റും കിട്ടും. ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ നമ്മുടെ കൂടെ നിർത്താം. പിന്നെ പരമാവധി കുട്ടികളെ എപ്പോഴും നമ്മുടെ കൂടെ നിർത്താൻ നോക്കണം. ഇപ്പൊ ഫോൺ കൊടുത്ത് അഡിക്റ്റ് ആയിട്ട് അവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ പാടില്ല. ഇപ്പൊ വാട്സപ്പിൽ ഇൻസ്റ്റയിലും അതിന്റെ നിർമ്മാതാവായ സുക്കർബർഗിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നല്ലോ. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് 7 വയസ്സ് വരെ മൊബൈൽ ഫോൺ കാണിച്ചു പോലും കൊടുത്തിട്ടില്ല. കാരണം മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ നോക്കുന്നത് കുട്ടികൾക്ക് കംപ്ലൈന്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാഞ്ഞത്. WHO നിയമപ്രകാരം 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഫോൺ നോക്കി കഴിഞ്ഞാൽ അവരെ ഭാവിയിൽ ദോഷം ചെയ്യും. തലച്ചോറിന് നെർവുകൾക്ക് ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരും എന്നാണ് പറയുന്നത്. അത് WHO പ്രൂഫ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മക്കളുടെ കാര്യം പറയാന്ന് വെച്ചാൽ കുട്ടികളെ നമ്മളെ എപ്പോഴും സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിർത്താം. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ സൂസമാമിന് ഒരു കാര്യം ചോദിക്കട്ടെ, സൂസമാമിന് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും? ഉണ്ടല്ലോ. പേരക്കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ മകന്റെ കുട്ടികളാണോ അത് മകളുടെ കുട്ടികളാണോ? മകളുടെ, എനിക്ക് 2 പെൺമക്കളാ. മകളുടെ
കുട്ടികൾ. അപ്പൊ മകളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോ മകൾ എന്തെങ്കിലും പറയാറുണ്ടാ? എതിരഭിപ്രായം അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കണ്ട അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടാ? പറഞ്ഞു കൊടുക്കണ്ടെന്നോ? അങ്ങനെ മനസ്സിലായില്ല. എന്തെങ്കിലും പറയാറുണ്ടോ? അമ്മ അതിന്റെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണ്ട അങ്ങനെ വല്ലതും പറയാറുണ്ടോ എന്ന്? ഇല്ല ഇല്ല, ഇഷ്ടമാണ് ഇല്ല. കഥ പറയുന്നത്, പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോ നല്ല സ്നേഹമുള്ള മകളും നല്ല സ്നേഹമുള്ള പേരക്കുട്ടികളാണ് സുസ്മേമിന് ഭാഗ്യം. താങ്ക് യു. ചില അമ്മമാര് മുത്തശ്ശിമാരൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ അച്ഛനൊന്നും അല്ലെങ്കിൽ അമ്മ ഒന്നും അവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, അല്ലെങ്കിൽ അവരൊക്കെ സ്വയം കഥകൾ വായിച്ച് വളരട്ടെ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞ കുട്ടികളൊക്കെ മുത്തശ്ശിമാരോടൊക്കെ കൂട്ടുകൂടി കഥകളൊക്കെ കേട്ട് വളരണം. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ട് മാറി മാറി ജീവിക്കുകയാണ്, ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സ്ഥിതികളാണ്. പണ്ടത്തെ കാലത്ത് പട്ടിണിയും പരിഗണമുള്ള കാലത്ത് കുടുംബത്തിലെ ഒത്തൊരുമയും ഐക്യവും ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നു. ഇന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതുകൂടി ഒരു റൂമിൽ ഇരുന്ന് സഹോദരൻ മറ്റൊരു റൂമിൽ ഇരിക്കുന്ന സഹോദരന് ഹാപ്പി ബർത്ത്ഡേ അയച്ചു കൊടുക്കാണ്. ഹാപ്പി ബർത്ത്ഡേന് ഫുൾ അയച്ചു കൊടുക്കില്ല, HBD അയച്ചു കൊടുക്കുള്ളൂ, HBD ബ്രോ. അപ്പൊ അതുപോലും ഫുള്ളായിട്ട് പറയാനുള്ള ഒരു നിലപാടില്ല. എത്രത്തോളം ചുരുങ്ങാൻ പറ്റും മനുഷ്യൻ അത്രത്തോളം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തുപിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇതാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും കുടുംബത്തിന് പ്രാധാന്യത്തെ കുറിച്ച് ഓർക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ സഹകരണം, സ്നേഹം, സംരക്ഷണം, കുടുംബത്തിന്റെ ഐക്യം, കുടുംബം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, പിന്നെ പ്രോബ്ലം സോൾവിങ്, അപ്രീഷിയേഷൻ, പിന്നെ ഭക്ഷണം, ഇതെല്ലാം കുടുംബത്തിൽ വരുന്ന ഘടകങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകത്തിന് ചെറിയ രീതിയിൽ കുറഞ്ഞെത്തിയിൽ തന്നെ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ മാറിപ്പോകുന്നതാണ്. ഇപ്പൊ സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ പലതരം സ്നേഹങ്ങളുണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാവും. ചില വ്യക്തികൾ സ്നേഹം പ്രകടിപ്പിക്കില്ല, ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ചിലപ്പോ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇപ്പോ ചന്ദ്രമാമന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, ചന്ദ്രമാമന്റെ മക്കളൊക്കെ ചന്ദ്രമാമന്റെ കൂടെ ഉണ്ടോ ഇപ്പോ? ഇപ്പോ മോളിപ്പോ വന്നിട്ടുണ്ട്, രണ്ടുപേരും പുറത്താണ്, വർക്ക് പ്ലേസിലാണ്. മക്കളെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോ എങ്ങനെയും? ഷുവർ സർ, മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഞാൻ ചോദിച്ചു മാത്രം. താങ്ക് യു സർ. ഓക്കെ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനൊരു കൗൺസിലിംഗ് പോയിരുന്നു സ്കൂളിലേക്ക്. അപ്പൊ സ്കൂളിലേക്ക് പോയപ്പോ ആ കുട്ടിയുടെ ചേച്ചിയോട് ഉപ്പയും ഉമ്മയും അധികം സംസാരിക്കൊന്നുമില്ല. പക്ഷെ ഇവരോട് നല്ല രീതിയിൽ സംസാരിക്കും, ചേച്ചിയോട് അധികം സംസാരിക്കുന്നില്ല. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര വിഷമമാണ്, ഉപ്പയും ഉമ്മയും അധികം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു. അപ്പൊ വെച്ചാൽ വളരെ വിഷമിച്ചിട്ടാണ് ഈ ആദ്യത്തെ കുട്ടിയും ജനിച്ചത്. പ്രഗ്നൻസിയിൽ എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഉണ്ടായത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കുട്ടി ജനനം ഉണ്ടായത്. കുട്ടി വേണ്ടെന്ന തീരുമാനം അവിടെ മാതാപിതാക്കൾക്ക്. പക്ഷെ എന്തോ നിർഭാഗ്യം കൊണ്ട് കുട്ടി ജനിച്ചു. അപ്പൊ താല്പര്യമായിട്ട് ജനിച്ച കാരണം ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഈ കുട്ടിയോട് ചെറിയ സ്നേഹക്കുറവുണ്ട്. അത് കാരണം വലിയ സ്നേഹപ്രകടനമൊന്നും നടക്കാറില്ല. പക്ഷെ കുട്ടി ഉറങ്ങി കിടക്കുമ്പോൾ അടുത്ത് വന്ന് തലോട തവളത്ത് ഉമ്മ വയ്ക്കാതൊക്കെ ഉണ്ട്. പക്ഷെ ഉണർന്നിരിക്കുന്ന സമയത്തൊന്നും സ്നേഹിക്കില്ല, ഉറങ്ങി കിടക്കുമ്പോൾ സ്നേഹിക്കുക. അപ്പൊ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ അനിയത്തി മാത്രമാണ് ഈ കുട്ടിക്ക്. അനിയത്തിയോട് മാത്രമേ ആദ്യം ഇംഗ്ലീഷ് ഉള്ളൂ. അപ്പൊ അനിയത്തി ഒരു ദിവസം ബാംഗ്ലൂർക്ക് ഉപരിപഠനത്തിനായിട്ട് പോയി. ഉപരിപഠനത്തിന് പോയതിനു ശേഷം ഈ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായി. ഉപ്പയിലും ഉമ്മയിലും അധികം സംസാരമൊന്നും ഉണ്ടായില്ല. അപ്പൊ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടിയായിട്ട് ചെറുതായിട്ട് പ്രണയത്തിലായിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കാരണം ആ സ്നേഹം പ്രവർത്തനം കിട്ടുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകുമല്ലോ. അങ്ങനെ പുറത്തേക്ക് പോയതിന് ശേഷം വളരെ സ്നേഹത്തിലായി. പിന്നെ ഈ ചെക്കനെ ഈ പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഉപ്പയാളും ഉമ്മയാളും മുന്നിൽ വെച്ച് തന്നെ ഒരു ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആ ചെക്കനെ കൂടെ ഇറങ്ങി പോകാനുണ്ടായിരുന്നു. അപ്പോ അതിന് കാരണം എന്താ വെച്ചാൽ ഉപ്പും ഉമ്മയും സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം വർത്തമാനങ്ങളിൽ ഭാവിയിൽ വേറെ കുടുംബങ്ങളിൽ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാതെ ഇരുന്നാൽ പല വിപത്തുകളും നമുക്ക് ഭാവിയിൽ ഉണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് നമുക്ക് പ്രകടിപ്പിച്ചാനിരിക്കാം. പ്രകടിപ്പിക്കാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റാണി മാം കേൾക്കാവോ? കേൾക്കാം, പറയൂ. റാണി മാമിന്റെ ഫാമിലിയിൽ അമിത സ്നേഹം കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ ഇല്ല, നോർമൽ. ഓക്കെ, എല്ലാവരും നോർമൽ. ചില വ്യക്തികളെ വെച്ചാൽ സ്നേഹം കൂടുതൽ കാണിക്കും എപ്പോഴും. നോർമലായിട്ട് ബിഹേവ് ചെയ്താൽ മതി, എന്നാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൂടുതലായിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. മിക്കലും അമ്മമാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം
കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്ത ഫാമിലി നാട്ടിൽ സ്ഥിര താമസമാക്കി. അപ്പോൾ സ്കൂളിൽ ക്ലീനിങ്ങിന് ഒരു സംഭവം ഉണ്ടാവുമല്ലോ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്. അപ്പൊ ഒരു കുട്ടി അമ്മോട് വന്ന് പറഞ്ഞു നാളെ ക്ലീനിങ് ആണ്, അപ്പൊ ഞാനും കൂടി പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടി ആ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മോനെ പങ്കെടുപ്പിക്കേണ്ട, ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, കാരണം എന്റെ മോനെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർക്ക് ഇതിൽ എത്തുമ്പോൾ ഭയങ്കര വിഷമമായി. എന്താണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത് വിചാരിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഓക്കെ എന്നാ മോനെ ഞാൻ പങ്കെടുപ്പിക്കുന്നില്ല, മാറ്റി നിർത്താന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിൽ ക്ലീനിങ് സെക്ഷൻ വന്നപ്പോൾ ഈ കുട്ടീനെ മാത്രം ടീച്ചർ വലിച്ച് മാറ്റി നിർത്തി. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമായി. ഈ കുട്ടി ചോദിച്ചു എന്താണ് ടീച്ചർ എന്റെ മാറ്റി നിർത്തുന്നത്. അപ്പൊ പറഞ്ഞു നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലീനിങ് വൃത്തിയാക്കലൊന്നും ചെയ്യിക്കണ്ട എന്നത് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമായില്ലോ. അപ്പൊ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് അമ്മോട് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഈ കുട്ടി അമ്മോട് സംസാരിക്കുന്നില്ല. ഈ കുട്ടിയുടെ വീട്ടില് റൂമുകൾ കിടക്കുക, മേശ, ഈ കുട്ടി തന്നെ വിറപ്പാക്കലും തുണി വിരിക്കല്, വീട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ് ഈ കുട്ടി. പിറ്റേ ദിവസം ഇത് ഇങ്ങനെ ആവർത്തിക്കാം. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ കുട്ടി സ്കൂളിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ വീട് ആ കുട്ടിയുടെ റൂമും എത്രത്തോളം ക്ലീൻ ആക്കാൻ പറ്റുമോ അടിച്ചു ആയാലും തുടക്കലൊക്കെ ഈ കുട്ടി തന്നെ ഒറ്റയ്ക്ക് ചെയ്യാണ്. അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ വേലക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർ സെർവൻ്റ് ഒക്കെ ചെയ്യുമല്ലോ, മോനെ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട ഇത് എൻ്റെ റൂമല്ല, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം പറയും. ഓരോ ദിവസം കഴിയുമ്പോഴും ഇതുപോലെ കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അമ്മ ടീച്ചറെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു അപ്പൊ മേഡല്ലേ പറഞ്ഞ കുട്ടീനെ ക്ലീനിങ് ചെയ്യിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തി. അപ്പൊ മാറ്റി നിർത്തിയപ്പോ മറ്റു കുട്ടികളൊക്കെ ഇവനെ കളിയാക്കിന്ന് പറഞ്ഞു, എന്നെ വൃത്തി വെടുപ്പ് കൂടുതലാണ്, ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കൂടാൻ പറ്റില്ല എന്നൊക്കെ വെച്ചിട്ട് മറ്റു കുട്ടികളൊക്കെ ഇവനെ കളിയാക്കി. അത് ഇവന്റെ മൈൻഡിൽ കയറി കിടന്നു. അത് ഇവനെ ആലോചിച്ച് സ്കൂളിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മ ടീച്ചറോട് ക്ഷമയൊക്കെ ചോദിച്ചു. ടീച്ചറിനോട് സംസാരിച്ചു ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഇവൻ സ്കൂളിൽ പോയപ്പോ ടീച്ചർ വിളിച്ചു പറഞ്ഞു ക്ലീൻ ചെയ്യാൻ ഇവനും കുറച്ച് ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ പോലും തൊട്ടപ്പുറത്തെ ക്ലാസ് റൂം വൃത്തിയാക്കാൻ പറഞ്ഞു ഇവന് വേണ്ടിയിട്ട്. അപ്പൊ ഇവനും ഫ്രണ്ട്സും കൂടി പോയിട്ട് അവിടെ ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കി പോയി. പക്ഷെ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവൻ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ അന്ന് വൈകിട്ട് ഇവന്റെ അമ്മ വീണ്ടും ടീച്ചറെ വിളിച്ചു പറഞ്ഞു ടീച്ചർ ചെയ്തത് നല്ല കാര്യമാണ്, എനിക്ക് എന്റെ മകനോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ടീച്ചർമാർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ട് വന്നിട്ട് ടീച്ചറോട് വളരെ ക്ഷമ ചോദിച്ച് കരയുകയൊക്കെ ഉണ്ടായി. ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ അവരുടെ ഭാഗത്തിന് വളർച്ചയ്ക്ക് വിടാം. നമ്മളിലേക്ക് അടുപ്പിച്ച് വെക്കും തോറും കുട്ടികളുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുടുംബത്തിൽ മാനേജ് ചെയ്യാം. ഒരു കുടുംബം നിലനിന്ന് കൊണ്ടുപോകണമെങ്കിൽ മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. സജിത മാം ഉണ്ടോ അവിടെ? ഉണ്ട്, പറയോ. സജിത മാമിന്റെ കുട്ടികളെ വീട്ടിൽ കുറുമ്പ് കാണിക്കാറുണ്ടോ? ഓ ഇഷ്ടം പോലെ കുറുമ്പേ ഉള്ളൂ. വല്ല വിലപ്പൊലിപ്പോലെ വല്ല വസ്തുക്കളാ ചില കളിക്കുന്നതിന്റെ ഇടയ്ക്ക് പൊട്ടുക അങ്ങനെ വലിയ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? ഈ കളിക്കുന്നതിന്റെ ഇടയിൽ വിലപ്പൊലിപ്പോലെ എന്തെങ്കിലും വസ്തുക്കൾ താഴെ പോലെ പൊട്ടുകയോ ചീത്തയാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ അപ്പൊ നല്ല കുട്ടികളാണ്. അപ്പൊ അവര് ചീത്തോസിന്റെ ആവശ്യമൊന്നും മാമിന് വന്നിട്ടില്ല. ഓക്കെ മാം, താങ്ക്സ്. ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ കുടുംബത്തിലെ പല വ്യക്തികളും ഇതുപോലെ ഉണ്ടാവാറുണ്ട് കുട്ടികൾ. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ കാര്യം ഞാൻ പറയാം. 2 പെൺകുട്ടികളാണ്, ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 4 വയസ്സ്. ഇവര് കളിക്കുന്ന ഇടയ്ക്ക് ഇവരെ അച്ഛനൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ നമ്പർ 1 സ്റ്റാഫാണ്. അപ്പൊ ഒരു ഓഫീസ് ഓണറെ കൂടിയിട്ട് സ്റ്റാഫുകളെ കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഒരു ചില്ലിന്റെ നല്ലൊരു പ്രതിമയാണ്. അപ്പൊ ഈ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ കുട്ടികൾ കളിക്കുന്ന ഇടയ്ക്ക് ഈ ഷോക്കേസിന്റെ ഗിഫ്റ്റ് എടുത്തിട്ട് മേശം വെച്ച് കളിച്ചു. അപ്പൊ അറിയാതെ കൈതട്ടി താഴെ വീണ് പൊട്ടിപ്പോയി. അച്ഛൻ അപ്പുറത്ത് തന്നെ സോഫയിൽ നിന്ന് കണ്ടാവുന്നു. അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. അച്ഛൻ കുട്ടികളെ തല്ലാൻ വേണ്ടി വന്നപ്പോ അമ്മ പെട്ടെന്ന് അറിഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു വിലപിടിപ്പുള്ള വസ്തുക്കളെ നമുക്ക് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ കുട്ടികളെ തല്ലിയാലോ അവരെ മനസ്സിൽ വിഷമിപ്പിക്കും, പിന്നെ അവരോട് അച്ഛനോടുള്ള സ്നേഹം കുറയും. അപ്പൊ കുടുംബത്തിന്റെ ബന്ധമാണോ വലുത് അതോ ചെറിയ ഗിഫ്റ്റ് ആണോ വലുതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ അങ്ങനെ ചോദിച്ചോടുകൂടി അച്ഛന്റെ തെറ്റ് മനസ്സിലായി. അച്ഛൻ ഒന്നും ചെയ്യില്ല, കുട്ടികളെ വിളിച്ച് ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പുതിയ ഇതുപോലെ ഒന്നും വാങ്ങിച്ചോളാന്ന് പറഞ്ഞു.
അപ്പോൾ ആ അമ്മ ഉണ്ടായതെന്ന് വെച്ചാൽ അമ്മ ഉണ്ടായ കാര്യം കുടുംബത്തിലെ ഐക്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റി. കുടുംബത്തിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കുടുംബം നിലനിന്ന് പോകുകയുള്ളൂ. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചു വയ്ക്കാൻ പറ്റും. ചില ആൾക്കാർ അപ്പം തന്നെ മറുപടി പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലോ കുട്ടികളൊക്കെ ചെയ്യും. ഇത്തരം സിറ്റുവേഷനിൽ നമ്മളൊന്ന് ആലോചിക്കുക. കുടുംബ ബന്ധങ്ങൾ എപ്പോഴും വാല്യബിളാണ്. നമ്മൾ വായിക്കൊണ്ട് പറഞ്ഞ് വാക്കോ കൈകൊണ്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റിയ സിറ്റുവേഷനിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക. ആലോചിച്ചതിന് ശേഷം പെരുമാറുക. ഓരോ ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ സഹകരണം കൂടുതലായിരിക്കും. ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള സഹകരണം ഉണ്ട്. ഇപ്പോൾ ഒരു 4 or 5 മെമ്പറുള്ള ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് ജോലി ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയോ വസ്ത്രങ്ങൾ കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും ആ വ്യക്തിയുടെ കാര്യങ്ങളും കൂടി സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ തന്നെ വീട്ടിലെ പണികളൊക്കെ പങ്കിട്ട് കൊടുക്കും. ഒരാൾ ഇന്ന കാര്യം ചെയ്യും, അപ്പൊ മറ്റാൾ മറ്റു കാര്യം ചെയ്യാം, അങ്ങനെ പറയും. ആ വീട്ടിലെ ജോലികളൊക്കെ പങ്കിട്ട് കൊടുക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ ഐക്യം നിലനിൽക്കും, ഒത്തൊരുമ നിലനിൽക്കും. ജോയിന്റ് ഫാമിലിയിൽ ഒത്തൊരുമയും ഐക്യം വളരെ കൂടുതലാവാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ പ്രോബ്ലം സോൾവിങ് കുടുംബത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നം വന്നാൽ അത് നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. അത് കുടുംബത്തിലെ വ്യക്തികളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മറ്റൊരു വ്യക്തിയോട് ചോദിച്ചിട്ട് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. ഉചിതമായ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഞാനിത് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടീച്ചറാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവൻ്റെ സ്കൂളിൽ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിപ്പോൾ കുറച്ച് ഓവറായി, 2-3 മാസത്തോളം ഓവറായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ അച്ഛൻ ഈ ടീച്ചറെ വിളിച്ച് ചോദിച്ചു. ടീച്ചർ, ഞാൻ അച്ഛന് മനസ്സിലായി ഇവ മയക്കുമരുന്ന് ഉപയോഗിക്കാറ്, പക്ഷെ കുട്ടിയോട് ചോദിച്ചില്ല, അച്ഛൻ ചോദിച്ചില്ല. അച്ഛൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു, എൻ്റെ മകൻ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ട്, അതുകൊണ്ട് ടീച്ചർ ഒന്ന് അവനെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നു പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവൻ ഈ കുട്ടീനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു എനിക്കൊരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട്, 6 ആഴ്ചയാണ് ട്രെയിനിങ്. അപ്പൊ എനിക്ക് കുറച്ച് മയക്കുമരുന്നുകളുടെ പേരൊക്കെ പറഞ്ഞു തരാൻ ഈ കുട്ടീനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ കുട്ടി കൂടുതലായിട്ട് എല്ലാ ഈ കുട്ടിക്ക് അറിയാനും മയക്കുമരുന്നുകളുടെ പേരൊക്കെ ടീച്ചർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ടീച്ചർ ചോദിച്ചു ഇതൊക്കെ നീ ഉപയോഗിക്കുന്നു ചോദിച്ചു. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ചെറിയ വിഷമത്തിലായാലും പറഞ്ഞു ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് പറയണ്ടാണെന്ന് തോന്നി. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, ഇവന്റെ മൊബൈൽ നമ്പർ വാങ്ങിച്ചു വെച്ചു. ഡെയിലി ഇവനെ നൈറ്റ് ഈ ടീച്ചർ ഇവനെ വിളിക്കും. ഇവനെ വിളിച്ചിട്ട് ഇവനെ അറിയാതെ തന്നെ ഇവനെ ചെറിയ രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് ഇവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കാം. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞതോടുകൂടി ഇവന്റെ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ശീലം പാടെ മാറിപ്പോയി. അപ്പൊ 2 മാസം കഴിഞ്ഞപ്പോ ഇവന്റെ അച്ഛൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ഇപ്പൊ എന്റെ മകൻ പറയുന്നത് പോലെ ഒന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ടീച്ചറുടെ നല്ല ഉപദേശം കൗൺസിലിംഗ് കൊണ്ടാണ് ഇത് മാറി കഴിഞ്ഞത് പറഞ്ഞു. അപ്പൊ അച്ഛന് അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് അച്ഛൻ നേരിട്ട് കുട്ടിയോട് പറയാന്ന് വെച്ചാൽ ചിലപ്പോൾ അതുപോലെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ചിലപ്പോൾ നിർത്തുന്നില്ല. ചിലപ്പോൾ ആ കുട്ടി അച്ഛനോട് ചൂടാവും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ടീച്ചർമാരാകുമ്പോൾ ടീച്ചർമാരുടെ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളെ ഉപദേശിച്ചു കൊടുക്കും. ഈ ടീച്ചർ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവനൊരു കൗൺസിലറാണ്. അപ്പൊ അവന് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ആ ടീച്ചറെ അച്ഛൻ വിളിച്ച് സംസാരിച്ചത്. പിന്നെ അപ്രീഷിയേഷൻ ആണ്. വീട്ടിൽ കുടുംബത്തിൽ ഐക്യം നിലനിൽക്കണമെങ്കിൽ അപ്രീഷിയേഷൻ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഭാര്യ ഒരു നല്ല കറി വെച്ച് കൊടുക്കാന്ന് വിചാരിക്കാം ഭർത്താവിന്. അപ്പോൾ ഭർത്താവ് ഇത് കഴിച്ചതിന് ശേഷം കറി നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു സന്തോഷം കിട്ടും. പിറ്റേ ദിവസം ഇതിൽ നന്നായിട്ട് കറി വയ്ക്കും. അല്ലെങ്കിൽ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നന്നായി എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സമാധാനമാണ്. അപ്പൊ പിറ്റേ ദിവസം വേറെ നല്ല പലഹാരം ഇതിൽ നല്ല പലഹാരം ഉണ്ടാക്കിയിരിക്കും. കുടുംബത്തിലെ ഐക്യം നിലനിർത്താൻ ഇതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ ചുംബനങ്ങളുടെ കേസ് പറയും. ചുംബനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം ചുംബനങ്ങളുണ്ട്. അമ്മ LKG പഠിക്കുന്ന കുട്ടീനെ ചുംബിക്കുന്നതും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കവലത്ത് ഉമ്മ വയ്ക്കും. പക്ഷെ UP പഠിക്കുന്ന കുട്ടീനെ ഷോൾഡറിൽ പിടിച്ചിട്ട് നെറ്റിട്ടായിരിക്കും ഉമ്മ വയ്ക്കുക. പക്ഷെ സർപ്രൈസ് ആയിട്ട് ഭർത്താവ് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ കവലത്ത് ഒന്ന് ആരും കാണാതെ ഒന്ന് കവലത്ത് ഉമ്മ വെച്ച് കൊടുക്കും. ഉമ്മ വയ്ക്കൽ എന്ന് പറയുന്നത് കിസ്സിങ്. അതൊരു കുടുംബത്തിലെത്തിയ അത്യാവശ്യമായ ഘടകമാണ്. അത് പല ടൈപ്പ് ഉണ്ടെന്ന് മാത്രം. അമ്മ മകനെ വയ്ക്കുന്നതും അമ്മ അച്ഛനെ വയ്ക്കുന്നതും സഹോദരങ്ങൾ തമ്മിലുള്ള ഉമ്മ വയ്ക്കലും ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ എല്ലാത്തിലും വാത്സല്യം ഉണ്ടാവും, കുടുംബത്തിലും ഐക്യം ഉണ്ടാവും. അമ്മ അച്ഛനും ഉമ്മ കിസ് ചെയ്യുന്നത് കണ്ടിട്ട് മക്കൾ പറയുന്നതും നല്ല തന്നെയാണ്. കാരണം ആ സ്നേഹം എത്രത്തോളം ഉണ്ട്, ബന്ധം എങ്ങനെ നിലനിൽക്കാം എന്ന് മക്കൾക്ക് മനസ്സിലാവുന്നതാണ്.
പിന്നെ നല്ല വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കാം, മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും. പരമാവധി കാര്യങ്ങൾ വീട്ടിലെ അമ്മമാരെ എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യില്ല. ഭർത്താവിന് ഏതാണ് താല്പര്യം, ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവർ ഭക്ഷണം വയ്ക്കുന്ന ലേഡീസിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം വയ്ക്കാൻ പല വീടുകളിലും ചിലപ്പോൾ സമ്മതം കിട്ടാറില്ല. പക്ഷെ ഭർത്താക്കന്മാരും കുട്ടികളും സൺഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഹോളിഡേയ്സ് വരുമ്പോൾ അമ്മോദിക്ക് വയ്ക്കാം, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇന്ന് വെച്ചു, ഇന്ന് ഫ്രീ അല്ലേ, ഹോളിഡേ അല്ലേ, അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ചു, അല്ലെങ്കിൽ അമ്മയുടെ ആ കിച്ചണിൽ ഞങ്ങൾ കൂടി സഹായിക്കും. ഇതൊക്കെ പറയുമ്പോൾ ആ വീട്ടമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നും. കാരണം അവര് നമ്മളെയും കൂടിയും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. നിങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കും. 5 മിനിറ്റ് മനസ്സിൽ ഒന്നും ആലോചിക്കാണ്ട് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റിന് 2 മിനിറ്റിന് കണ്ണടച്ചിരിക്കാൻ പറ്റും. ഒന്നും ആലോചിക്കാതെ ഇരിക്കാൻ പറ്റുമോ നോക്കിയാൽ. ഓക്കെ എല്ലാവരും കണ്ണുറന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കുറെ ചിന്തകളൊക്കെ കയറി വന്നിട്ടുണ്ടാവും. കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കുറെ ബ്രീത്തിങ് എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ കൗൺസിലേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ സമാധാനം ഇല്ലാത്ത സമയത്ത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പരമാവധി റിലാക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം. ആശയവിനിമയം വളരെ അത്യാവശ്യമാണ് കുടുംബത്തിൽ. പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയാം, അത് സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും. വീട്ടിലിപ്പോ ഭാര്യ ഭർത്താവും ഡൈവോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഡൈവോഴ്സ് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആശയവിനിമയം ഇല്ലായ്മയാണ്. ഒരു ഹസ്ബൻഡിന് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത കാര്യം പറയും, പറയാൻ പാടില്ലാത്ത കാര്യം പറയാതിരിക്കും. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പിന്നെ ബഹുമാനം, മറ്റുള്ളവരെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമുക്ക് വളരെയധികം ചിന്താശേഷിയുള്ള ഒരു ഘടകമാണ്. സഹകരണം ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ്. വളരെയധികം സഹകരണം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം. പിന്നെ കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. പല വ്യക്തികളും കുട്ടികളെ മാറ്റി നിർത്തും. ഒരു വീട്ടിലെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിലുള്ള വ്യക്തികൾക്ക് വരെ ഉത്തരവാദിത്തം കൊടുക്കണം. അത് ചെറിയ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ഉത്തരവാദിത്തം കൊടുക്കാം, അതിലെ മുതിർന്നവർക്ക് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തം കൊടുക്കാം. ഇത് ഉത്തരവാദിത്തം കൊടുത്താണ് ഓരോ കുട്ടികളെയും വലുതാക്കി കൊണ്ടുവരുന്നത്. പ്രതികരണശേഷി എന്ന് പറയും. പ്രതികരണശേഷി എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും പ്രതികരണശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേ കുടുംബത്തിൽ മുതിർന്നവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം പ്രതികരണശേഷി എങ്ങനെയാണെന്ന്. സമൂഹത്തിൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കാൻ പറ്റണം. എല്ലാ വ്യക്തികളും പ്രതികരിക്കുന്നില്ല, കാരണം സ്വന്തം നിലനിൽപ്പ് നോക്കിയിട്ട്. കാരണം ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചിട്ട് അവരെയും മാറ്റി നിൽക്കും. നമ്മുടെ മുന്നിൽ ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തി ചൂഷണം ചെയ്യുന്നത് കണ്ടാൽ ചില വ്യക്തികളെ ഒന്നും പറയാതെ മിണ്ടാതെ പോകും. കാരണം നമ്മൾ അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ദോഷം ചെയ്യുമോ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്നൊക്കെ പഠിച്ചു വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയും. ഞാനൊരു ജോയിന്റ് ഫാമിലി ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെയധികം സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നതാണ്. അപ്പൊ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ 10 മെമ്പേഴ്സ് ഉണ്ടാവുന്നു വീട്ടിൽ. ചേട്ടൻ, ചേച്ചി, അമ്മ, മേമ, അച്ഛൻ, അച്ചാച്ചൻ, അമ്മൂമ്മ, അങ്ങനെ തുടങ്ങി ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള വ്യക്തികളായിരുന്നതാണ്. അപ്പോൾ കാലത്ത് എല്ലാവരും പണിക്ക് പോകും. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണി സമയത്ത് ചായ കുടിക്കുന്ന പതിവില്ല. ചായ കുടിക്കുമ്പോൾ എല്ലാവരും കൂടി മൊത്തം കൂടി ഇരുന്ന് ചായ കുടിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുമ്പോൾ 9 മണി 10 മണിയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും മൊത്തം കൂടി ഇരിക്കും. എൻ്റെ അമ്മൂമ്മയാണ് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ചോറ് വിളമ്പി കൊടുക്കുന്നതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ക്ഷമയോട് കൂടി ഇരിക്കും. അപ്പോൾ ആദ്യം ചോറ് വിളമ്പി കറി വിളമ്പി കഴിക്കുമ്പോൾ അന്ന് ആ വീടിന്റെ ചുറ്റുപാടുണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യും. അപ്പൊ അച്ചാച്ചനാണെങ്കിൽ പണിക്ക് പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ അമ്മൂമ്മാണെങ്കിലും ആ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്യും. ഇപ്പൊ സ്കൂളിൽ പോയിട്ടും കളിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങളും ചർച്ച ചെയ്യും. അപ്പൊ ആ വീട്ടിലെ മൊത്തം കാര്യങ്ങൾ, ആ സമൂഹത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും നമുക്ക് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നതാണ്. സഹകരണം ഐക്യവും വളരെയധികം നന്നാവും.
ഒരു മിനിറ്റ് അച്ഛൻ വെള്ളം കുടിക്കോട്ടെ. ഓക്കെ താങ്ക്സ്. അതെ കുറച്ച് സംസാരിച്ചുകൊണ്ടേ തൊണ്ടയിൽ കുറച്ച് വെള്ളം കഴിച്ചു അതാണ്. It's okay, it's okay. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? സുസുമാമിന്റെ ജീവിതത്തിൽ കുടുംബത്തിനെ കുറിച്ച് വിലപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ആൾക്കാരെ എന്തെങ്കിലും അനുഭവങ്ങള്? കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നത് എപ്പോഴും കുടുംബം ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയും റെസ്പെക്ട് കൊടുക്കുകയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അത് ചില സമയങ്ങളിലൊക്കെ നമുക്കത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു find ways to move on, giving respect and at the same time sharing and caring and being good example to children and everything. That's the way I see it. കാനിമാമിന്റെ നിലപാടിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഫാമിലി ആണോ നല്ലത് അതോ ജോയിന്റ് ഫാമിലി ആണോ നല്ലത്? രണ്ടിനും രണ്ടിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് തോന്നാറ്. ന്യൂക്ലിയർ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ചെറുതിലെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോയിന്റ് ഫാമിലിയെ കുറിച്ച് അറിയില്ല കൂടുതൽ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജോയിന്റ് ഫാമിലി. കുറെ മെമ്പേഴ്സ് ന്യൂക്ലിയർ അതിൽ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് ജോയിന്റ് ഫാമിലിയോട് കുറെ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ കെയർ കിട്ടാനും കൂടുതൽ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ജോയിന്റ് ഫാമിലി ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ന്യൂക്ലിയർ ഫാമിലിയിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. കുടുംബം എന്ന് പറയുന്നത് ഒരു ചങ്ങലയാണ്. ആ കുടുംബത്തില് ഒരു ചങ്ങല മിസ്സായാൽ അല്ലെങ്കിൽ ഒരു ബലക്ഷയം ഉണ്ടായാൽ ആ കുടുംബത്തിന് മൊത്തം തന്നെ ബന്ധം നഷ്ടപ്പെടുന്നതാണ്. അത് കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹ്യ ദുരിതമായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടായാൽ ആ കുടുംബത്തിന് മൊത്തം സമാധാനം തന്നെ പോകുന്നതാണ്. സാമ്പത്തികം കുടുംബത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. സാമ്പത്തികം അത്യാവശ്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് എല്ലാ വ്യക്തികൾക്കും ജോലി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ജോലി ഇല്ലാത്തവര് ജോലിയുള്ളവർ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ഹസ്ബൻഡിന് ജോലി ഇല്ല അല്ലെങ്കിൽ ശമ്പളം കുറച്ച് കുറവാണെങ്കിൽ അത് വൈഫ് അത് കുടുംബം മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെ വൈഫിന് ജോലി ഇല്ല അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ ഏറ്റവും കുറച്ചുകളിൽ ഹസ്ബൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു കുടുംബം നല്ല രീതിയിൽ പോലെ ഭക്ഷണം വളരെ അധികം അത്യാവശ്യമുള്ള ഘടകമാണ്. കുടുംബത്തിലെ ഐക്യം നിലനിർത്തണം. ഞാൻ ഒന്നുകൂടി പറയാം. സ്നേഹം, സഹകരണം, സംരക്ഷണം, ഐക്യം, പ്രോബ്ലം സോൾവിങ്, സഹകരണം, ഉത്തരവാദിത്യം, അപ്രീഷിയേഷൻ, ഇതൊക്കെയാണ് കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും അതിൻ്റെതായ നിലപാടുകൾ ഉണ്ടാകും കുടുംബത്തിൽ. കുടുംബം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് നിർമ്മിക്കേണ്ട ഒരു വസ്തുവാണ്. ഒരു ചെറിയ ലോകമാണ്. പരസ്പരം സ്നേഹിച്ച് ആ ലോകം സുന്ദരമാക്കുക. പ്രിയപ്പെട്ടവരുടെ സന്തോഷം നമ്മൾ സ്വയം തോക്കി കൊടുക്കേണ്ട പ്രിയപ്പെട്ടവരുടെ സന്തോഷം നിലനിർത്തണമെങ്കിൽ നമ്മൾ ആ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിലനിർത്തുക. ദൈവം തന്ന ഗിഫ്റ്റാണ് കുടുംബങ്ങൾ. അപ്പൊ ആ ഗിഫ്റ്റ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. അന്നേരം മാത്രമേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക്സ്. ഇനി നിങ്ങളുടെ എല്ലാവരും വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതെന്റെ ഫസ്റ്റ് സെഷനാണ്. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ് വന്നവിടെ എടുക്കുന്നത്. Thank you, Sanish sir. ആദ്യമായിട്ട് എടുക്കുന്നതൊന്നും തോന്നത്തില്ല കേട്ടോ. നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്. എല്ലാ കുടുംബത്തെ പറ്റിയുള്ള പോയിന്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു. സന്തോഷമായിട്ട് കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും സ്നേഹം, സഹകരണം, സഹായിക്കലും പിന്നെ റെസ്പെക്റ്റും ഇതൊക്കെ വേണം അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. പിന്നെ പണ്ടൊക്കെ ജോയിന്റ് ഫാമിലി ആയിരുന്നു. ആൻഡ് യു ഷെയർഡ് യുവർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഇൻ ദ ജോയിന്റ് ഫാമിലി ആൻഡ് നൗ ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഫാമിലി. ആൻഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യൂക്ലിയർ ഫാമിലിയും പോയിട്ട് ഇപ്പം സിംഗിൾ ആയിട്ട് പേരന്റിങ് ആണ് ഒത്തിരി വീടുകളിൽ. ഒരാൾ തന്നെ മക്കളെ വളർത്തുന്നു.
ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. ഈ ജോയിന്റ് ഫാമിലിയും സിംഗിൾ ഫാമിലിയുടെയും കാര്യം ചോദിച്ചില്ലേ, രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ബട്ട് ഐ ഫീൽ ദാറ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം, എൻ്റേതും അങ്ങനെ ജോയിന്റ് ഫാമിലി ഒന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും കുടുംബം ആയിരുന്നുകൊണ്ട് എല്ലാവരും വീട്ടിൽ വരുമായിരുന്നു, അടുപ്പിച്ചടുപ്പിച്ച് എല്ലാവരെയും കാണുകയും എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പോഴാണെങ്കിലും ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും എല്ലാവരുമായിട്ട് അടുപ്പം, ഇപ്പം മക്കളൊക്കെ അടുത്തൊക്കെ താമസിക്കുവാണെങ്കിൽ അവരെ എപ്പോഴും കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാം, കസിൻസിനെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ കണക്ഷൻ നന്നായിട്ട് നിലനിൽക്കും. അല്ലാതെ ഒരുമിച്ച് താമസിക്കണമെന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കീപ് ദ കണക്ഷൻ ഗോയിങ് ആൻഡ് യു സ്റ്റിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. രണ്ട് കസിൻ പിള്ളേർക്കാണെങ്കിലും കണക്ഷൻ ഉണ്ടാവും, കസിൻസിന് തമ്മിൽ ഒരു അടുപ്പവും. അപ്പൊ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റും ഉണ്ട് അവിടെ. തീർച്ചയായിട്ടും ആ കണക്ഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കൾക്ക് നല്ല മാതൃക കാണിച്ച് നല്ല രീതിയിൽ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ പിള്ളേരും അതൊക്കെ കണ്ടു പഠിച്ച് നല്ല ലൈഫും നല്ല ഫാമിലിയും കെട്ടിപ്പടുക്കും. സോ താങ്ക് യു വെരി മച്ച്. വെൽ കവേർഡ്. ഗുഡ് വർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക്സ് മാം. ഗുഡ് ഈവനിങ് സനീഷ് സർ. ഗുഡ് ഈവനിങ് മാം. വളരെ ഇമ്പോർട്ടൻറ്റും നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ ഷഹനാസ് മാമിന്റെ ഇൻട്രോ നന്നായിരുന്നു സാറിനെ കുറിച്ചിട്ട്. താങ്ക് യു സർ ഷഹനാസ് മാം. പിന്നെ സാറുടെ ടോപ്പിക് വളരെ ഇന്ന സൊസൈറ്റിയിൽ വളരെ റിലവന്റ് ആണ്. ഈ ഫാമിലീസ് ഇങ്ങനെ ഇപ്പൊ സുസൻ മാമും പറഞ്ഞു സ്പ്ലിറ്റ് ആയിട്ട് ചെറുതായിട്ട് പോണ അതേ രീതിയിൽ നമ്മളിപ്പോ സൊസൈറ്റിയിൽ കുറെ പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ ഈ ഫാമിലിയിലെ സൊല്യൂഷൻസ് കിട്ടാതെയും ഇന്ററാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഇൻസിഡന്റ് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ആ ഫാമിലിയിലെ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്, ഇപ്പൊ സാറുടെ ടോപ്പിക് തന്നെ സ്ട്രെങ്തനിങ് ബോണ്ടിങ്, ആ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പൊ സുസൻ മാം പറഞ്ഞു ഇന്നിപ്പോ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി ഇല്ല. അപ്പോ നമ്മൾ എങ്ങനെയാണ് ആ ഫാമിലിയുടെ ആ ബോണ്ടിനെ കണക്റ്റഡ് ആയിട്ട് വെക്കുക. ലാസ്റ്റ് വീക്ക് പോലും ഞങ്ങളുടെ ഫാമിലി, എന്റെ ഫാമിലിനെക്കാളും ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് ഉള്ള ഫാമിലിയാണ്. എന്റെ ഫാമിലി അങ്ങനെ ഞങ്ങൾ നാട് വിട്ട് പോയത് കൊണ്ട് അങ്ങനെ കണക്ഷൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഹസ്ബൻഡ് ഫാമിലി വന്നപ്പോൾ എനിക്കൊരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. എല്ലാവരും മീറ്റ് ചെയ്യണം, നമ്മളൊരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും അതിന്റെ ജോയ് ഡിഫറെന്റ് ആണ്, അതിന്റെ ഒരു ഇന്ററാക്ഷൻസ് ഡിഫറെന്റ് ആണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. എന്തുണ്ടെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ആകുമ്പോൾ ഒക്കെ നമ്മൾ ആ ബോണ്ട് ഫീൽ ചെയ്യും. അതേ രീതിയിൽ നമ്മൾ ഫാമിലിയിൽ നമ്മളും ഒരു എക്സാമ്പിൾ ആയിരിക്കും, നമ്മുടെ മക്കൾക്ക് നമ്മൾ എക്സാമ്പിൾ ആയിരിക്കണം. ഇപ്പൊ ഞാൻ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ എൻ്റെ ഇൻലോസിനെ ഞാനായിട്ട് നോക്കി. പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ മദർ ഇൻ ലോ വന്നിട്ട് അൾസൈമേഴ്സ് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി വിട്ടോളൂ, നിങ്ങളുടെ ലൈഫ്. എനിക്ക് കാരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ ഞാനായാലും ഹസ്ബൻഡ് ആയാലും ഞങ്ങൾ ഒരു ഹോം നഴ്സിനെയോ ആരിനും വെച്ചില്ല. ഇറ്റ് മേ നോട്ട് ബി അപ്ലിക്കബിൾ ടു എവ്രി വൺ, ഇറ്റ്സ് നോട്ട് ദറ്റ് ഈസി. പക്ഷെ ഞങ്ങൾ പല സാക്രിഫൈസും ചെയ്തു. പക്ഷെ അത് എന്റെ മക്കൾക്കൊരു എക്സാമ്പിൾ ആണ്. എന്റെ മക്കൾ അങ്ങനെ ഒരു കെയറിങ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഇത്. സോ സാറുടെ ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫാമിലി നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വി ആർ ദി എക്സാമ്പിൾസ്. ആൻഡ് സാറുടെ ഫാമിലിയിലും സാർ നല്ല ഇന്ററാക്റ്റീവ് ആക്കി ഓരോ പേഴ്സണെയും വിളിച്ചിട്ട് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. ആൻഡ് മോർ ഓവർ നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവും. സാറുടെ ടോപ്പിക് നമ്മൾ എപ്പോഴും ഒരു സെഷൻ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. സാർ ഇങ്ങനെ വിളിക്കുമ്പോൾ എല്ലാവരും അലേർട്ട് ആയിരിക്കണോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ദാറ്റ്സ് എ വെരി വെരി നൈസ് ടാക്ടിക്. ഒരു ട്രെയിനിങ് സെഷനിൽ ഇറ്റ്സ് വെരി വെരി നൈസ്. എനിക്കത് വളരെ, സാർ എപ്പോഴും വളരെ സിമ്പിൾ പേഴ്സൺ ആണ്, വളരെ ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാറുടെ ഇത്. എനിവേ യു ഡിഡ് വെരി വെരി വെൽ, ബട്ട് എപ്പോഴും സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സാർ കുറച്ചുകൂടെ ടൈമാണ്, കുറച്ച് വേഗം സാർ കംപ്ലീറ്റ് ചെയ്തു. സോ യു ക്യാൻ മാനേജ്, യു ക്യാൻ ഡു വെൽ. ഡു മൈ ബെസ്റ്റ് വിഷസ് സർ. താങ്ക് യു സർ. താങ്ക് യു ചന്ദ്ര മാം. ഓക്കെ, ഗുഡ് ഈവനിങ് സനീഷ് സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളൊക്കെ ഉറങ്ങി പെട്ടെന്ന് പോകുന്നിടത്തേ ഇപ്പൊ വിളിക്കുന്നു വിചാരിച്ച് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാം പറഞ്ഞ പോലെ ശരിക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. അതൊരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഇത് ആരും ചെയ്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിളിക്കുമായിരിക്കും എന്നുള്ളൊരു ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു, നന്നായി അവതരിപ്പിച്ചു. പിന്നെ എനിക്കൊന്ന് വെള്ളം കുടിച്ചപ്പോഴാണോ ഈ സംഭവം തീർന്നു പോയത്? പെട്ടെന്ന് ഇടയ്ക്ക് വിഴുങ്ങി പോയതാണോ?
ഇനി ഉണ്ടായിരുന്നോ കണ്ടന്റ്? അല്ല സൗണ്ട് വരാതെ വെള്ളം കുടിച്ചപ്പോ കൊണ്ടുവന്ന സാധനവും കൂടെ വിഴുങ്ങിപ്പോയെന്ന് വിചാരിച്ചു. എന്തായാലും നന്നായിട്ട് സാറിന് പേടിയും എല്ലാ ഭയവും ഒക്കെ മാറിയായിരുന്നു. നല്ല ക്ലീൻ ആയിട്ട് നന്നായിട്ട് എടുത്തു. പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സമയം ഞാനും പെട്ടെന്ന് നോക്കിയതിനെ സമയം നോക്കാത്ത ഒരാളാണ്, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ടായിരിക്കാം ആ ഒരു സമയം ശ്രദ്ധിച്ചു. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ താങ്ക് യു മാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഓക്കെ ഗുഡ് ഈവനിങ്. ചന്ദ്ര മാമും റാന മാമും സൂചിപ്പിച്ച പോലെ ഇപ്പൊ വിളിക്കും എന്ന് പറഞ്ഞ് ഞാനും വെയിറ്റ് ചെയ്തേ, പക്ഷെ വിളിച്ചില്ല. എന്നിരുന്നാലും നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ ഫാമിലിയെ പറ്റി സാറ് സംസാരിച്ചു. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. അതിനകത്ത് കുട്ടികളുടെ ഇമ്പോർട്ടൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ സാമ്പത്തികം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സാറ് നോട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ സെഷൻ അവതരിപ്പിച്ചത്. അതിനകത്ത് ചന്ദ്രമാം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നിപ്പം ജോയിന്റ് ഫാമിലി ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പം സാറിന്റെ ലൈഫ് തന്നെ സാർ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ എല്ലാവരും ഈവനിങ് വന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ഇന്ന് റെയറാ. കാര്യം ഇന്ന് മറ്റുള്ള പല ഫാമിലീസും ഇതേപോലെ ഒരു ടേബിൾ കൂടി ഒന്ന് സംസാരിക്കുവാണെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ചാനൽ ചർച്ച പോലെ അടിയും വഴക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ അവർ തമ്മിൽ ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും. പിന്നെ അത് വേറെ പല ഇതിലേക്കും പോകും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലെ ഈ ജോയിന്റ് ഫാമിലി അല്ലാത്തതിനെക്കാട്ടിലും നല്ലത് ഈ ഒരു ഇതാണ്. കാരണം വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ആ ഒരു സ്നേഹം നിലനിൽക്കും. എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഒരു അറ്റാച്ച്മെന്റ് തോന്നില്ല എന്നുള്ളതാണ്. എനിവേ സാർ വളരെ മനോഹരമായ രീതിയിൽ പ്രസന്റേഷൻ ചെയ്തു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ സാർ. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല എല്ലാ പോയിന്റുകളും കവർ ചെയ്തു എന്നുള്ളതാണ് സത്യം. പറഞ്ഞ പോലെ കൂട്ടുകുടുംബം വളരെ മനോഹരമായ ഒരു സങ്കല്പമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ സങ്കല്പം വളരെ നല്ലതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാലും നേരം വെളുക്കുമ്പോഴേക്കും ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും കൂട്ടുകുടുംബമായിരുന്നപ്പോൾ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യയ്ക്ക് ഒരു മുറി, ഭർത്താവിന് വേറൊരു മുറി, കുട്ടികൾക്ക് സെപ്പറേറ്റ് മുറി. ഇപ്പൊ എല്ലാരും എന്താ പറയുക, വ്യക്തിത്വങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇനി നമ്മൾ അമീബ പോലെ സ്വയം രണ്ടായി പിരിയാനും കൂടെ ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ക്ലാസ് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കൊള്ളാം. താങ്ക് യു ബിജു സാർ. ഓക്കെ താങ്ക് യു. പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാം. ഇന്നത്തെ ഹസ്ബൻഡ് വൈഫ്സിന്റെ ഇടയിൽ ഒരു നമ്മള് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാണുമ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്തായാലും ഉണ്ടാവും. ബിക്കോസ് രണ്ട് ഫാമിലീസിൽ നിന്ന് വളരുന്ന രണ്ട് കൂട്ടറാണ്. ബട്ട് വൺ തിങ് എന്താ ഞാൻ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വേർഡ് വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നോട്ട് അഡ്ജസ്റ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. രണ്ടാൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഫാമിലി ബോണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ അത് നമ്മുടെ കുട്ടികൾക്ക്, ഗ്രോൺ അപ്പ് ചിൽഡ്രൻക്ക് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടും അത് കുട്ടികളും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. സോ ദാറ്റ് ഈ ഫാമിലി സർവൈവ് ആവണം. ഫാമിലി ഈസ് എ മസ്റ്റ്. സോ ദ സൊസൈറ്റി ഈസ് സേഫ്. താങ്ക് യു. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഗുഡ് ഈവനിങ് സനീഷ് സാർ. ഗുഡ് ഈവനിങ്. അതെ മാം. നല്ലൊരു പ്രസന്റേഷൻ, നല്ലൊരു ടോപ്പിക്ക്, നല്ല ക്ലാസ് ആയിരുന്നു. ഞാനൊരു ട്രാവലിംഗിലായോണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു റേഞ്ച് പ്രശ്നം കാരണം. എന്നാലും ഞാൻ ഏറെക്കുറെ കേട്ടു. നല്ല ക്ലാസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജോയിന്റ് ഫാമിലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അഡ്വാൻറ്റേജും ഉണ്ട്, അതിന്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സാറ് പറഞ്ഞപ്പം ഒരു കൂട്ടുകുടുംബം ആ ഒരു പ്രതീതിയൊക്കെ അതെല്ലാം ഓർമ്മ വന്നു. താങ്ക് യു. താങ്ക് യു. അതെ മാം. അനസ് സാറ് പറഞ്ഞൊരു സംശയം ചോദിച്ചോട്ടെ? അത് അനസ് സാറ് പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടം കുറയും, വഴക്ക് മാറുന്നൊക്കെ. പക്ഷെ ഈ കൂട്ടുകുടുംബത്തിൽ വളർന്നു വരുന്ന ആൾക്കാർ അത് അവരെ എന്നും കണ്ടു വളർന്നു വരുന്നതല്ലേ, അപ്പൊ അവർ ബോണ്ടിങ് കൂടുവോ കുറയുമോ? ബോണ്ടിങ് കൂടും. അപ്പൊ ഈ എപ്പോഴും കണ്ടിരുന്നല്ല സ്നേഹം കുറയത്തൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഒരിക്കലും കുറയത്തില്ല.
എനിക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും പറയത്തില്ല. അതില് അല്ലാതെ വ്യത്യാസം വളർന്നൊരു വരുന്നതല്ലേ? ആ, അല്ല, നമ്മള് ഫാമിലി കൾച്ചറിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളർന്നു വരുന്ന ആളുകളാണെങ്കിൽ ആ, ഉണ്ടാവില്ല. ബട്ട് ഇഫ് യു ആർ ഇൻ എ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് സഡൻലി യു പ്ലാൻ ടു ചേഞ്ച് ഇൻ ടു എ ജോയിന്റ് ഫാമിലി, ദാറ്റ് മേക്സ് It's ഡിഫറൻസ്. difficult. Yes. ഓക്കെ അതായത് ഇപ്പൊ ഓക്കെ നിങ്ങൾ ഓക്കെ. ഗൾഫിൽ താമസിക്കുന്നു, നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സോ നൗ യു ആർ എ ന്യൂക്ലിയർ ഫാമിലി. നിങ്ങൾ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. നൗ യു ആർ പ്ലാനിങ് ടു ലിവ് വിത്ത് യുവർ ഹസ്ബൻഡ്സ് ബ്രദേഴ്സ്, ദെയർ പാരന്റ്സ്, എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ജോയിന്റ് ഫാമിലിയിലേക്ക് ഇഫ് യു ആർ കമ്മിങ് ഡൗൺ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ന് കണ്ടാൽ സ്നേഹം ചിലപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും. വരും. ഓക്കെ. എനിക്ക് ഇതായിരുന്നു ജോയിന്റ് ഫാമിലിയുടെ അതേ ബോണ്ടെങ്കിലും വളർന്നു വരുവാണെങ്കിൽ അതുണ്ടാവില്ലല്ലോ, ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. ഇല്ല, പ്രശ്നമില്ല. പക്ഷെ സാഹചര്യം മേക്സ് എ ഡിഫറൻസ്. അന്ന് അവര് ജോയിന്റ് ഫാമിലി വളർന്നു വന്ന സാഹചര്യം അല്ല ഇപ്പോഴ്. ഇപ്പൊ കുറെ അതെ കൂടെ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഏർണിംഗ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. യെസ്. എല്ലാവർക്കും അവരവരുടേതായ Mindset മാറി. സ്പേസ് വേണം. ആ മൈൻഡ് സെറ്റേ മാറി. Yeah. സോ വി കനോട്ട് സേ മാറി ദാറ്റ് ഈ കാലഘട്ടത്തിൽ ജോയിന്റ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് ഒരു വീട്ടിൽ difficult. കുറെ പേര് താമസിക്കാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. എത്ര ആയാലും കുറച്ച് Yes. ടെൻഷൻ ഉണ്ടാവും, അന്നത്തെ സാഹചര്യം അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് അടുപ്പം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഉം. നമ്മളിപ്പോ ഒരു ന്യൂക്ലിയർ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലിയിലേക്ക് കയറി ചെല്ലുമ്പോഴും ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ. ഉണ്ടാവും ഉണ്ടാവും. ഡെഫിനറ്റ്ലി. ഞാൻ ഇപ്പൊ ആ അനസർ support പറഞ്ഞ കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് അന്നേരം ഉണ്ടാവത്തില്ലല്ലോ നേരത്തെ അതെ അതെ അതെ. ജോയിന്റ് ഫാമിലി. ഞാൻ അനസർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മള് സ്നേഹം മുന്നോട്ട് പോകുന്ന കാലത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴേ അറിയുള്ളൂ പ്രശ്നങ്ങളുണ്ടോ അല്ല, ഇല്ലേ എനിക്ക് എന്നുള്ളത്. അല്ലാത്ത സമയത്തോളം നല്ലതല്ല അതാരും പുറത്ത് കാണിക്കില്ല നല്ലതല്ല എന്നല്ല എന്നുള്ളതാണ്. പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഒന്നിച്ച് പോരുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ, ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുമ്പോഴല്ലേ ഈ Yes. സ്പ്ലിറ്റ് വരുന്നുള്ളൂ. ഇതിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ മാമിന് പറഞ്ഞുതരാം. ഇപ്പം ഒരുപാട് പേര് ഫാമിലീസ് പലപ്പോഴും ഡിസ്കഷനിൽ വരുമ്പോൾ കാണുന്നുണ്ട്. അവരെല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ഒരു പറമ്പിൽ തന്നെ 5 വീട് വെച്ച് 6 വീട് വെച്ച് ജ്യേഷ്ഠനുജന്മാരൊക്കെ താമസിക്കുന്നവരുണ്ട്. വളരെ നല്ല ലോഹ്യത്തോടെ അവരുടെ ആരുടെയെങ്കിലും നല്ല വലിയ മുറ്റത്ത് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളും ഉണ്ട്. അതേസമയം ചുറ്റുപാടും ഒക്കെ ബന്ധുക്കളാ, അതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല, അപ്പൊ ചേച്ചിക്കറിയണം, മേടത്തിക്കറിയണം. സി ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ബിക്കോസ് യെസ് ബിജു സർ. മുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു, ഒരു കോംപ്രമൈസ് മൈൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കോമ്പറ്റീഷൻ മൈൻഡാണ്. കോമ്പറ്റീഷൻ മൈൻഡാണ്. ഞാനാണോ വലുത് അതോ നീയാണോ വലുത് എന്നുള്ളൊരു മൈൻഡാണ് പൊതുവേ ഉള്ളത്. നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് മാറിയേ ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. അതെ. പിന്നെ കോൺഫ്ലിക്ട്സ് വരുമ്പം അതെങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവർക്ക് നല്ലത് വേറെ ആവുന്നത് തന്നെയാണ്. അല്ല, കുറെ കപ്ന ജീവിക്കുന്നത് തന്നെയാണ് ഒരു പരിധിവരെ നല്ലത്. കാരണം വെച്ചാൽ എവ്രി വൺസ് ലൈഫ് സ്റ്റൈൽ ഹാസ് ചേഞ്ച്ഡ്. ഒരു ടീമിന് ഒരാൾക്കാർക്ക് ഭയങ്കര പിശുക്കി സേവിങ്സ് ആയിട്ട് ജീവിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അത് വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അവർ ടോട്ടലി കുറച്ചും കൂടി ഒരു ജാങ്കോ ടൈപ്പ് ആവും. ലേറ്റ് നൈറ്റ് മൂവീസ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവിടേക്കാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സനീഷ് സാർ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്ന് പറയുമ്പോൾ ഇപ്പം നായന്മാരിലാണെങ്കിൽ തന്നെ മരുമക്കത്തായി എന്ന് പറയും. അല്ലെങ്കിൽ ഇത് ആരാണോ ഏറ്റവും കാരണവര് അവരായിരിക്കും ചിലപ്പോൾ ഡിസൈഡ് ചെയ്യുക, അല്ലെ? അച്ഛനായിരിക്കും മക്കൾ വലുതായാലും അവരുടെ കല്യാണം കഴിഞ്ഞാലും വീട്ടിലെ എപ്പെക്സ് ബോഡി അങ്ങോരായിരിക്കും കുറെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനമുള്ള ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എല്ലാവർക്കും. യെസ് അന സർ. ഇപ്പൊ നമ്മള് മിഥുനം സിനിമ കണ്ടില്ലേ? അന്നത്തെ കാലത്ത് പോലും അതിനകത്ത് ഇഷ്ടപ്പെടാത്ത ഒരു വൈഫായിരുന്നു ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്ന ഒരു ജയറാമിന്റെ പെങ്ങന്മാരെ കൂടുതൽ സ്നേഹിക്കുന്നത്. അതിരുന്ന് കണ്ടത് കൂടുതലും ജയറാമിന്റെ ഭാഗത്തായിരുന്നു എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ ജനറേഷൻസ് പല റീൽസിനകത്തും അതിനകത്ത് കളിയാക്കി വിടുന്ന ഒരു ജയറാമിന്റെ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. കാര്യം ഭാര്യയെ താല്പര്യം കാണിക്കുന്നില്ല, ഭാര്യയോട് പരിഗണിക്കുന്നില്ല. ഒരുമിച്ച് ടൂറിന് പോകുമ്പോൾ പോലും പെങ്ങന്മാരെ കൊണ്ടുപോകുന്നു, പെങ്ങന്മാരോടൊപ്പം രാത്രിയിൽ ചെലവഴിക്കുന്നു. അതൊക്കെ ഇന്ന് ജനറേഷൻസ് മാറിയപ്പോഴത്തേക്കും കുറ്റം കാണിച്ചിട്ടാണ് അതിനെ സമൂഹത്തിൽ വൽക്കരിക്കുന്നത്.
അപ്പൊ ജനറേഷൻസ് മാറിയപ്പം അതനുസരിച്ച് ഈ ഒരു കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് എപ്പോഴും ജോയിന്റ് ഫാമിലി തന്നെയാണ് ആഗ്രഹം. പക്ഷെ സത്യം ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത് കിട്ടില്ല എന്നുള്ളൊരിത്. അതാണ് പ്രാവർത്തികമല്ല എന്ന്. ഇപ്പോഴുള്ള പിള്ളേരെ വാത്സല്യം സിനിമ കാണിച്ചാൽ മമ്മൂട്ടി വില്ലനാണെന്ന് പറയാം. ഇത് തന്നെ തീർച്ചയായും. ഒന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ അതാണ് സാഹചര്യത്തില് ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിക്കാനും പറ്റില്ലല്ലോ. പ്രാക്ടിക്കൽ അല്ല. കാരണം എല്ലാരും ദൂരോട്ടല്ലേ പോകുന്നേ. അതെ നാട്ടിൽ അതെ. നിൽക്കുന്നവരും കുറവ്. ആരാണ് ഒരുമിച്ച് അവിടെ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. സോ പിൻ- അങ്ങനെയാണെങ്കിലും ജോയിന്റ് ഫാമിലി അല്ലെങ്കിലും വി ക്യാൻ ഹാവ് ഗെറ്റ് ടുഗെദേഴ്സ് ആൻഡ് ഈവൻ ഫോണിൽ കൂടെ ആണെങ്കിലും അതുപോലെ വീഡിയോ കോളിൽ കൂടെ ആണെങ്കിലും ഒക്കെ Yes, yes, കണക്ഷൻ yes. കീപ്പ് ചെയ്താൽ ദാറ്റ് സ്റ്റിൽ വെരി ഗുഡ്. അങ്ങനെ തന്നെ ആ ഒരു ജോയിന്റ് ആയിട്ട് ഫിസിക്കലി ഒരുമിച്ച് അല്ലെങ്കിൽ പോലും ദേ ക്യാൻ കീപ് ദ കണക്ഷൻ. പിന്നെ കണക്ഷൻ വേറൊരു വേറൊരു പിന്നെ ഒരു ഒരു അഭിപ്രായം കൂടെ പിന്നെ ഉള്ളത് പിന്നെ മുമ്പ് yeah, പറയൂ പറയൂ മാം സർ. പറയൂ. മാം സർ പറഞ്ഞോളൂ, ഞാൻ പിന്നെ ഈ പറയാം. ഒരു ഫാമിലിയിൽ എല്ലാ മക്കളും ഏറെക്കുറെ ഒരേപോലത്തെ ജോലിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പണ്ട്. പക്ഷെ ഇന്നത് മാറി. ഓരോരുത്തരും ഓരോ ജോലിയാണ്. അവരുടെ വരുമാന മാർഗം വേറെയാണ്, സാമ്പത്തിക സ്ഥിതി വേറെയാണ്. അതെ. ലൈഫ് അതിന്റെയൊക്കെ സ്റ്റൈൽ മാറി. മാറ്റങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറി. ഒരു ഇപ്പൊ ഒരു ഞാൻ ബ്രദർ നാട്ടിലാണ് ജീവിക്കുന്നത്, ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ അമേരിക്കയിലാണെങ്കിൽ മൂന്നുപേരും മൂന്ന് ലൈഫ് സ്റ്റൈലല്ലേ ലീഡ് ചെയ്യുന്നത്. മൂന്നുപേരും എക്സ്പെൻസസ്, അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ സ്റ്റാൻഡേർഡ് വ്യത്യാസമായിരിക്കും, അവരുടെ ഇടപഴകലുകൾ വ്യത്യാസമായിരിക്കും, എല്ലാം വ്യത്യാസമായിരിക്കും. പിന്നെ സിംപ്ലി ടു പുട്ട് ഇൻ സിമ്പിൾ വേർഡ്സ്, ഒന്നിച്ച് കൊണ്ടുപോകാൻ എഫേർട്ട് ഇടുന്നവർക്ക് പറ്റും, അത് ഒന്നിച്ച് യെസ് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പം സൂസൻ മാം പറഞ്ഞ പോലെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടും ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗെദർ നടത്തിക്കൊണ്ടും നാട്ടിലെല്ലാരും വരുമ്പോൾ പരസ്പരം എപ്പോഴാ വരിക എന്ന് ചോദിച്ചു കൂടുന്നതും. അപ്പൊ വേണ്ടവർ അങ്ങനെ ചെയ്യും, അല്ലാത്തവര് അവരവരുടെ വെക്കേഷനുകൾക്ക് വന്നു പോകും. ചിലവര് വെക്കേഷനുകൾക്ക് വന്നേ പോവില്ല, വേറെ ഏതെങ്കിലും നാട്ടിലെ വെക്കേഷൻ കൂടിയിട്ട് പോരും. ആ ഇപ്പൊ ഫോട്ടോസ് അങ്ങ് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ, ഇപ്പം കോമൺ ഫാമിലി. ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം, ഇറ്റ് വർക്ക്സ് ഔട്ട് വെരി വെൽ. അതായത് ഈ പുറത്തുള്ള ആൾക്കാർ വിസിറ്റിന് വരുമല്ലോ, അപ്പൊ ഇവര് പോയി എല്ലാ വീടുകളിലും എല്ലാരെയും പോയി വിസിറ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ദിവസത്തേക്കാണ് ഇവര് വരുന്നത്. സോ ദേ ഡോണ്ട് ഹാവ് അതെ, ടൈം ടു ഗോ എല്ലാരും ആൻഡ് കൂടി വിസിറ്റ് വിളിച്ചൊരു ഗെറ്റ് ടുഗെദർ നടത്തും. എല്ലാരെയും കൂടെ വിളിച്ച് ഏതെങ്കിലും ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലും ഗെറ്റ് ടുഗെദർ നടത്തും. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണുകയും കുക്കിങ്ങിനെ പറ്റി ഒന്നും അതെ, അറിയുണ്ടല്ലോ, ദേ ഗെറ്റ് ടു സ്പെൻഡ് ദ ടൈം. യെസ് അത് സോ ദാറ്റ് വർക്ക്സ് ഔട്ട് വെൽ. അല്ല, അല്ല പിന്നെ that is what I said. It depends on the lifestyle that they are having. യെസ് സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓട്ടോമാറ്റിക്കലി വീട്ടിൽ ചോറും കറിയും ഒരു അതെ. പായസവും ഒക്കെ തട്ടിക്കൂട്ടി പപ്പടം കാച്ചാനേ പറ്റുള്ളൂ. അല്ല അതല്ല, സാധാരണഗതിയിൽ ഈ പുറത്തുനിന്ന് വരുന്നവരാ ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ ആ കോസ്റ്റിന്റെ ഡിഫറൻസ് ഇല്ല. അവര് അല്ല, വന്നിട്ട് അപ്പൊ അവര് എല്ലാരെയും അപ്പൊ വിളിക്കും. അവിടെ വേറെ ഒരു കാര്യം പറയേണ്ടി വരും സൂസൻ മാം. കാശുണ്ടായാൽ പോരാ, ചെലവാക്കാനുള്ള മനസ്സ് അത് വേണം, അത് ഡെഫിനറ്റ്ലി വേണം, ചെലവാക്കാനുള്ള അത് മനസ്സ് വേണം. വേണം. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പൊ ഹസ്ബൻഡ് ഫാമിലിയില് ഫിനാൻഷ്യലി ഡിഫറെന്റ് കാറ്റഗറീസിലാണ് എല്ലാവരും. പക്ഷെ അവിടെ ഫിനാൻഷ്യലി ഡിഫിക്കൽട്ട് ആയ ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ബ്രദർ സിസ്റ്റേഴ്സിലുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു ബ്രദർ സഫറിങ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇപ്പോ ഇരിക്കുന്നത്. അതേ രീതിയിൽ ഇപ്പൊ നമ്മള് അർച്ചന മാമിനെ അറിയായിരിക്കും, ഏറ്റവും കൂടുതൽ സ്വന്തം അച്ഛൻ അമ്മേനെ പുറത്താക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടംപോലെ കേസ് ഉണ്ട്. അത് വല്ലാത്തൊരു സങ്കടം ആണ് നമ്മളുടെ ഫാമിലി ലൈഫിൽ. ബിക്കോസ് എവറി ഡേ ന്യൂസ് പേപ്പർ നോക്കി കഴിഞ്ഞാൽ അച്ഛൻ അമ്മയും മക്കളുടെ മീതെ കേസ് ഇടണം, മക്കൾ അച്ഛൻ്റെ അമ്മയുടെ മീതെ കേസ് ഇട്ടിട്ട് പ്രോപ്പർട്ടി തിരിച്ചണം. പക്ഷെ ലോസ് നല്ല ഫേവറബിൾ ആയിട്ട് പേരൻസിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ ഹെൽപ്ലെസ്. ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ പേരൻസ് ഹെൽപ്ലെസ് ആയി മാറാണ്. മക്കളെ വിശ്വസിച്ചിട്ട് ഫുള്ളി പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത ഇൻസ്റ്റൻസസ് ഉണ്ട്, വില്ല് എഴുതി വെച്ച് പോയ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ലോ ആ ഒരു ആംഗിളിൽ നിന്ന് എൽഡേഴ്സ് അവെയർ ആയിരിക്കണം. എനിവേ സൊസൈറ്റീസ് ലൈക്ക് ദിസ്, ഇറ്റ്സ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. ഈ റിയാലിറ്റി ഓഫ് ലൈഫിലെ ഫാമിലി ഒരു ഫെയിലിയർ ആയിട്ട് ആണ് കാണുന്നത്. സോ ലെറ്റ് us at least few of us try to see that families survive by being our own examples to the മാം, society. സ്വത്തിന്റെ കാര്യം പറയുമ്പം ഇന്നലെ നടന്ന ഒരു കേസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. മകൻ എവിടെയോ മാറി എന്നാ പഠിക്കുന്നത്, വെക്കേഷൻ എന്തിനെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ നീറ്റ് എക്സാം റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. UP-യിൽ നടന്നൊരു സംഭവമാണ്. നീറ്റ് എക്സാം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞതിന് അച്ഛനെ കൊന്ന് വീപ്പയിൽ നിറച്ചു വെച്ചു, കട്ട് ചെയ്തിട്ട് വീപ്പയിൽ. ഇന്നലത്തെ UP-യിൽ നടന്നൊരു കേസാണ്. Yes, മകൻ ma'am. കുറച്ച് പോർഷൻസ് ബാഗിലാക്കി ദൂരെ കൊണ്ടേ കളഞ്ഞു, ബാക്കിയുള്ള പോർഷൻസ് വീപ്പയിലാക്കി വെച്ചോളൂ. എന്നിട്ട് അതെ. അവൻ തന്നെ പോയിട്ട് അച്ഛനെ കാണാനില്ല എന്നൊരു പോലീസ് റിപ്പോർട്ട് കൊടുത്തു. Police. ഇന്നലെ നടന്നൊരു How is it സംഭവമാണ്. കംപ്ലൈന്റ്. 70, How if is I'm it not wrong, possible? 17 years, I guess, the boy is.
Yes, സോ ജസ്റ്റ് yes, ma'am. ഇമാജിൻ ദിസ് ഇസ് എ സൊസൈറ്റി വേർ വി ലിവ്. പക്ഷെ ഇത്തരത്തിലെ കേസുകൾ പറയുമ്പോൾ ആളുകൾ പറയും യു ആർ ട്രൈങ് ടു നോർമലൈസ് തിങ്സ്. നോ, ഇറ്റ് ഇസ് Yes, ഒറ്റപ്പെട്ട സംഭവമല്ല. ബിക്കോസ് ദിസ് ഇസ് ബിക്കമിങ് നോർമൽ നൗ ഡേയ്സ്. സോ വേർ ഇസ് normalized. ദ ബോണ്ടിങ്? നമ്മള് ജോയിന്റ് ഫാമിലിയിലേക്ക് ഒന്നും എത്തേണ്ട ആവശ്യമില്ല. ന്യൂക്ലിയർ ഫാമിലിയിൽ തന്നെ വേർ ഇസ് ദ ബോണ്ടിങ് ദാറ്റ് വി ക്യാൻ സെർച്ച് ബോണ്ടിങ് ഇൻ Yes, yes. ജോയിന്റ് ഫാമിലി എന്നുള്ളത്. സോ എനിവേ വളരെ നല്ലൊരു വിഷയമാണ് കൈകാര്യം ചെയ്ത സനീഷ് സാർ ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് ഷെയർ ചെയ്യാനും സംസാരിക്കാനും അല്ലെ വീണ്ടും ഒന്ന് പുനർചിന്തന നടത്താനും വിശകലനം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. എന്തായാലും അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം എന്ന് പറഞ്ഞ പോലെ കുടുംബം എന്ന് പറയുന്ന ഒരു സംഭവം സത്യത്തിൽ അതിന് എന്ത് വാല്യൂ ആണ് ഉള്ളത്, അല്ലെങ്കിൽ അതെന്താണ് എന്ന് വരെ നമുക്ക് തോന്നിപ്പോവാണ്. അച്ഛനെ ബ്രോന്നും അമ്മേനെ ഡൂഡെന്നും അല്ലെ വാട്സപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മൾ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ദിനം പ്രതി മക്കളുടെ കൂടെ ട്രെൻഡ് പിടിച്ച് കുടുംബത്തിനെ കുടുംബം ആയിട്ട് കൊണ്ടു നടക്കാൻ പടാപ്പാട് പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി സനീഷ് സാർ. അതുപോലെ തന്നെ സനീഷ് സാറിന് വളരെ നല്ലൊരു ഇൻട്രോ തന്ന ഷെഹനാസ് മാമിന് ഒരുപാട് നന്ദി. അപ്പൊ ഇത്തരത്തിൽ മറ്റൊരു ടോപ്പിക്കുമായി നമ്മൾ ഇനിയൊരു ട്രെയിനറുമായി വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. വെള്ളിയാഴ്ചത്തെ ട്രെയിനർ സ്റ്റോക്ക് 8 മണിക്കായിരിക്കും. ടൈമിങ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അന്നും ഇതുപോലെ എല്ലാവരും ഒത്തുചേരുക, സക്സസ്ഫുൾ ആക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം, യെസ് പറയൂ സനീഷ് സർ. എത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സെഷന് വേണ്ടി മാറ്റി വെച്ചതിന് എല്ലാവരോടും താങ്ക്സ്. Thank you. Thank you. Thank you, sir. Good night. Good night, Good everyone. night. ഗുഡ് നൈറ്റ്. Good night. Good night, everyone.